ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശാങ്കടവ് വള്ളംകളി സെപ്റ്റംബർ 6-ന് നടക്കും. ജലോത്സവ നടത്തിപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ടവരുടെ ആലോചന യോഗം തൃശൂർ സബ് കളക്ടറുടെ ചേംബറിൽ ചേർന്നു. സബ് കളക്ടർ അഖിൽ വി മേനോൻ യോഗത്തിന് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 26 അത്തംനാളിൽ ജലോത്സവത്തിന് കൊടിയേറും. 5 ദിവസത്തെ വിപുലമായ ആഘോഷമാണ് ഉണ്ടാകുക. വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ചും BSNL-മായി സഹകരിച്ച് വള്ളംകളി തത്സമയം കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ചും ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ ഏതെങ്കിലും ഒന്ന് ജലോത്സവ നഗരിയിൽ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. കലോത്സവത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ജലവാഹിനി ബോട്ട് ക്ലബ് പ്രസിഡന്റ് കാർത്തികേയൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗം, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വിപുലമായ സംഘാടക സമിതി യോഗം ജൂലൈ 25-ന് വൈകിട്ട് 5-ന് കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരും. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ ഈ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും ആ വിഷയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് ഈ വള്ളംകളി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയാണ്. വള്ളംകളി സാധാരണയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ഭാരിച്ച ചെലവുകളുണ്ട്. ചുണ്ടൻ വള്ളങ്ങളും അതുപോലെ തന്നെ ഇരുട്ടുകുത്തിച്ചുള്ള വള്ളങ്ങളും എല്ലാം കൊണ്ടുവന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ അവസ്ഥകളെ തദ്ദേശ സ്ഥാപനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന് സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം മുതൽ അത് ഏറ്റെടുക്കുകയും തൃശ്ശൂർ ജില്ലയിലെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൂടി മുൻകൈയിൽ ഈ പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മത്സര വള്ളംകളി ഒരു കാരണവശാലും എത്ര കാലം എത്ര സാമ്പത്തിക പ്രയാസങ്ങൾ വന്നാലും ഒരിക്കലും നിന്നു പോകാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഇപ്രാവശ്യം ഈ വള്ളംകളി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്.